എക്സിറ്റ് പോളും അല്ലാത്ത പോളും ഒക്കെ പുറത്തു വന്നു. UDF അധികാരം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു LDF തന്നെ ഭരിക്കും. മൂന്നാം തുടർ ഭരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മൂന്നാം LDF മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് എത്ര ശതമാനമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഒന്നാമത്തെ കാരണം, പ്രതിപക്ഷം കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചപ്പോൾ ഹർത്താലുകളോ അതുപോലെ വലിയ എന്താ പറയാ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോയി. ജനങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. ആകെയുള്ള മനസ്സമാധാനക്കേട് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളായിരുന്നു. 2 നിലപാടുകളായിരുന്നു പിണറായി സർക്കാർ ഉണ്ടായിരുന്നത്. ഒന്ന് വികസന കാഴ്ചപ്പാടായിരുന്നു. അതിൽ പിണറായി സർക്കാർ മറ്റേത് സർക്കാരിനേക്കാളും നന്നായി വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനു മുമ്പുള്ള സർക്കാരുകൾ മനസ്സിൽ എങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ, അതിന് ആരുടെ മണ്ടയിൽ കുറ്റം കൊണ്ടുവച്ചാലും കുഴപ്പമില്ല. ഇനി LDFന്റെ മേലെ കുറ്റം കൊണ്ടുവച്ചാലും ഇനി UDF സ്വയം കുറ്റം ഏറ്റെടുത്താലും എന്തായാലും ഇവിടെ നടന്നിട്ടില്ല. റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒന്നും ഇവിടെ നടന്നിട്ടില്ല. എത്ര തന്നെ കട്ടുമുടിച്ചു, എങ്ങനെയൊക്കെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായിട്ടുണ്ട്. അത് വാസ്തവം തന്നെയാണ്. അതേസമയം അതൊക്കെ ഉപയോഗിക്കേണ്ട ജനം നട്ടം തിരിഞ്ഞ് കുത്തുവാളയെടുത്തു. എത്രയോ പേര് ആത്മഹത്യ ചെയ്തു. ഇപ്പൊ കാർഷിക മേഖലയിൽ പണം കണ്ടമാനം കൊടുക്കാണ്ട്, തൊഴിൽ മേഖലയില്ല. പയ്യന്മാര് മുഴുവൻ ചെക്കന്മാര് മുഴുവൻ ഇവിടെ വിട്ടു പോകുന്നുണ്ട്. രാജ്യം വിട്ടു തന്നെ പോകണം, ഇവിടെ നിൽക്കുന്നില്ല. ഇന്ത്യ തന്നെ വിട്ടു പോകുന്ന ഒരവസ്ഥ. ഇവിടെ കുറെ വൃദ്ധജനങ്ങൾ മാത്രം. നമുക്കറിയാം കോട്ടയം ജില്ല, അതുപോലെ ഇടുക്കി മുതൽ ഇങ്ങോട്ട് പാലക്കാട് ജില്ല, ആ മേഖല കയറിയാൽ യൂട്യൂബിലെ വീഡിയോകൾ മുഴുവൻ വീട് വെക്കട്ടേക്കുന്നതാണ്. അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി. ആദ്യം ഈ മക്കൾ പോകുന്നു, പിന്നെ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകുന്നു. അതോടുകൂടി വീട് മറ്റൊരു അനാഥമായി. ഇവിടെ നിന്ന് ഉള്ളത് വിറ്റുപറിക്കി അങ്ങോട്ട് പോകുന്നു. അതായത് നാട് വിടുന്നു. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷമായി കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ കുറച്ച് കൂടുതലായിരുന്നു. അതുപോലെ കടബാധ്യത കയറി ആത്മഹത്യ ചെയ്യുന്നത്, ജപ്തി വീടുകള്, അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ. അതായത് സാധാരണക്കാരനെ 1% പോലും ഈ പിണറായി സർക്കാർ നോക്കിയില്ല. എന്തിന്? അവസാനത്തെ ഉദാഹരണം, നവകേരള സദസ് എന്ന് പറഞ്ഞുള്ള ഈ പാവങ്ങൾക്ക് ഒരു കടലാസ് നീങ്ങാത്തത് കൊണ്ട് അവരെ സഹായിക്കാൻ പണ്ട് ഉമ്മൻചാണ്ടി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നടത്തി വെച്ചിട്ടുള്ള നവകേരള സദസ്സിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പിണറായി കൂട്ടരും എല്ലാവരും കൂടി പൗരപ്രമുഖരെ വീട്ടിൽ ചെന്ന് പാൽ പുഴുങ്ങിയ അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമും കഴിച്ച് ഒക്കെ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. കാശൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരുടെ വീട്ടിൽ തെരഞ്ഞു പോയത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങുക, അവന് പരിഹാരം ഉണ്ടാക്കി ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതായത് സാധാരണക്കാരനെ തിരിഞ്ഞു നോക്കാത്ത ഒരു മന്ത്രിസഭയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാർ എന്ന് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അതായത് UDF സർക്കാരാണ് ഇനി അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് 2 തരത്തിലാണ്. ഒന്ന്, UDF സർക്കാരിന് ഇവിടെ ഭരിക്കാൻ പറ്റൂല. ഖജനാവ് കാലിയാണ്. 1 രൂപ പോലും, നമ്മൾ സാധാരണ പറയുമല്ലോ പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്നുള്ളത്. ഇവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുക മാത്രമല്ല, പുല്ലും കുരുത്ത് കിടക്കുകയാണ്. ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് മൂർഖം പാമ്പും ഉണ്ടാവും. അത്തരത്തിൽ ഗതികെട്ട് കിടക്കുന്ന ഖജനാവാണ് ഈ UDFന്റെ കയ്യിലേക്ക്. ഇനി അതിന് VD സതീശൻ വന്നാലും, ഇനി രമേശ് ചെന്നിത്തല വന്നാലും, KC വേണുഗോപാൽ വന്നാലും, ഇവരുടെ തമ്മിലെടുത്ത് സഹിക്കാൻ വയ്യാതെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയാലും, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും വരാൻ പോകുന്നത് ഈ കാലി ഖജനാവ് എടുത്തു വെച്ച് ഭരിക്കലാണ്. ഈ കാലി ഖജനാവ് വെച്ചിട്ട് എന്ത് വികസനം ചെയ്യുന്ന പറയുന്നത്? ഒന്നും ചെയ്യാൻ പറ്റൂല. അതിലേക്ക് വരുമാനം വരുത്താൻ നോക്കണം. നിലവിൽ നിയമവിരുദ്ധമായിട്ടും പിന്നാമ്പറ വഴിയും ഒക്കെ കുറെ നിയമനങ്ങളും മറ്റു പലതും ഒക്കെ നടത്തി വെച്ചിട്ടുണ്ട്. അവരടക്കം ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റണ്ടേ? അല്ല, അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെയുള്ള 3.5 കോടി ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. അതായത് സ്വയം എന്തെങ്കിലും തിന്ന് വെള്ളം കുടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി കൊണ്ടുവരാൻ ഇവിടെ കഴിയില്ല. കാരണം അതിനുള്ള വ്യവസായ സൗഹൃദമാക്കി നമ്മുടെ സർക്കാർ 10 വർഷം കൊണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. എന്തിന്? ഈ ഉള്ളവൻ ഞാൻ തന്നെ കമ്പനി തുടങ്ങാൻ പിന്നാലെ പിണറായിന്റെ സർക്കാരിന്റെ പിന്നാലെ നടക്കാഞ്ഞിട്ട് കർണാടകയിൽ പോയിട്ടാണ് കമ്പനി നടന്നത്. 3 ദിവസം കൊണ്ട് നടന്നു. 1 കൊല്ലം ഇവരെ പിന്നാലെ നടന്നിട്ട് നടക്കാത്ത കാര്യം. 3 ദിവസം കൊണ്ട് കമ്പനിയായി, 1 മാസം കൊണ്ട് ബാങ്ക് അക്കൗണ്ട് പോയി, സുഖമായിട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് അതിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിരുന്നു. അങ്ങനെ എന്നെ പോലെ എത്ര പേര് സാധാരണക്കാർ. പിന്നെ വൻകിടക്കാരുടെ കാര്യം പറയാൻ വേണ്ട. കോടികൾ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പോയിട്ട് ഒരൊറ്റ എണ്ണം ഇങ്ങോട്ട് 1 നയാ പൈസ കൊണ്ട് വന്നിട്ടില്ല. കൊണ്ടുവരാൻ വിലസാൻ പോയിട്ടുള്ള കോടികൾ പോയി എന്നല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? കുടുംബസമേതം പോയി വിലസി ഇങ്ങി പോകുന്നു, ടൂർ അടിച്ചിങ്ങി പോകുന്നു. അതല്ലാതെ എന്താ നടന്നത് ഇവിടെ? അപ്പൊ വ്യവസായ സൗഹൃദം അല്ല ഇവിടെ, എത്ര ആണെന്ന് പറഞ്ഞാലും. ഇവിടെയുള്ള കുറെ ആൾക്കാർ രാഷ്ട്രീയക്കാർക്ക് കപ്പം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ടോ ഇവിടെ ഭരിച്ചുകൊണ്ടോ ഒക്കെ അവരുടെ പിണിയാളുകളായി കുറെ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് അവരുടെ വ്യവസായവും മറ്റു കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ആരുടെ ഇവിടെ വ്യവസായമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ജീവിക്കാനും പറ്റില്ല, ഒന്നും പറ്റൂല. അതുകൊണ്ട് ഇവിടെ സാമ്പത്തികമായി നികുതി ഇനത്തിലുള്ള വരവ് എന്ന് പറഞ്ഞാൽ കണക്ക. അതായത്
വ്യവസായികളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ആ നികുതിപ്പണം കൊണ്ട് ഇവിടെ നിലനിന്ന് പോകാം, സർക്കാരിന്റെ കമ്മി ബജറ്റിനെ മിച്ച ബജറ്റാക്കി മാറ്റാമെന്ന സങ്കല്പം ആരുടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നടക്കില്ല. അതായത് സാമ്പത്തികമായി ഒന്നുമില്ലാത്തത് കൊണ്ട് UDF സർക്കാരിന് ഭരിക്കാൻ കഴിയില്ല. രണ്ടാമത് ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് LDF ആയിരിക്കും. അതിന് പിണറായി വിജയൻ ആയാലും ആരെങ്കിലും ഒരാൾ ഇവിടെ പ്രതിപക്ഷത്തുണ്ടാവും. CPM ആണ് പ്രതിപക്ഷത്ത് വരുന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം UDFന് ഇവിടെ ഭരിക്കാൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? കാലിയായ ഖജനാവ്, പൂച്ചപുറ്റ് പുല്ലും കുരുത്തും മൂർക്കം പാമ്പും മുട്ടയിട്ട് കിടക്കുന്ന ആ ഖജനാവ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അതിൽ 10 രൂപ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നമ്മളെ തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് പറയുന്നത് പോലെ 10-40 കൊല്ലം നിങ്ങൾ ഭരിച്ചു, ഞങ്ങൾ കയറി അങ്ങോട്ട് ഇരുന്നിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ കിടങ്ങോട്ട് അളക്കാതെ ഒന്ന് സമാധാനമായിട്ട് അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് പോലെ ഈ 10 വർഷം ഇവരങ്ങോട്ട് ഭരിച്ചു. ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം മുടിച്ച് തുമ്പില്ലാതാക്കി അങ്ങോട്ട് ഇട്ടിക്കുന്ന ഒരു കാലി ഖജനാവ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അങ്ങ് മറിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ എന്നാലും ഇവിടെ സമരങ്ങളും ഹർത്താലുകളും ബന്ദുകളും പണിമുടക്കുകളുമായിട്ട് തുമ്പില്ലാതാകും. ഇത് തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും അതിൽ വ്യസനിച്ചതാണ്, വീഡിയോ ചെയ്തതാണ്, പ്രതിഷേധമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താൽ പേക്കൂത്ത് നമുക്കറിയാലോ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. എത്ര പേരുടെ ഭാവി തൊലഞ്ഞു. ആ ശാപം മുഴുവൻ ആ മരിച്ചവന്റെ വീട്ടിലല്ലേ ചെല്ലുന്നത്? ആണോ? എത്ര തന്നെ നമ്മൾ അല്ലാന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലില്ലേ? അതുപോലെ ഇവരങ്ങോട്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഹർത്താലും പണിമുടക്കും അങ്ങ് ബന്ധുമൊക്കെ ആയിട്ട് അങ്ങോട്ട് 5 വർഷം UDF സർക്കാരിന് ഒരു നിലയ്ക്കും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആരാ ഇതൊക്കെ അനുഭവിക്കുക? ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെ ആൾക്കാർ പോലീസ് പ്രൊട്ടക്ഷനോട് കാറും കൊണ്ട് ഭീ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കങ്ങോട്ട് പോകും. ഇത് മുഴുവൻ അനുഭവിക്കേണ്ടത് ഇവിടെ ഇടതുവശത്തെയും വലതുവശത്തെയും ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരല്ലേ, ജനങ്ങളല്ലേ ഇതൊക്കെ അനുഭവിക്കണ്ടേ? അവർക്കല്ലേ പുറത്തൊക്കെ ഇറങ്ങി നടക്കേണ്ടത്. അപ്പൊ അത് നടക്കൂല. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം. നിങ്ങൾ എത്ര തന്നെ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാലും എത്ര തന്നെ പോൾ എന്ന് പറഞ്ഞാലും ഇവിടെ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷം ഒരു ദുരിതവും ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കൂ, ഒറ്റ ഹർത്താലോ കാര്യങ്ങളോ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു പണിമുടക്കായിക്കോട്ടെ ഒന്നും ആയിക്കോട്ടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊന്നും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് UDFനോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ സമാധാനപൂർവ്വം ജീവിക്കാൻ ഇപ്പോ LDF ആണ് നല്ലത് എന്ന് കരുതിയിട്ട് എന്തായാലും ദുരിതം തന്നെ, എന്തായാലും പണ്ടാറടക്കി തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടാലും കടം തന്നെ ഞങ്ങൾ അനുഭവിച്ചാൽ മതിയില്ല. അതിന്റെ കൂടെ ഇനിയുള്ള ദുരിതവും കൂടി എടുത്ത് തലയിൽ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തൽക്കാലം അവർ തന്നെ അങ്ങ് കട്ടുമുടിക്കട്ടെ എന്ന് കരുതി ഇതേ സർക്കാരിനെ, അതായത് മൂന്നാമതും തുടർ ഭരണം LDF സർക്കാരിന്റെ മണ്ടയിൽ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 10-75 സീറ്റ് അല്ലെങ്കിൽ ഒരു 80 സീറ്റിന്റെ അവിടെ അങ്ങനെ ചുരുങ്ങിയത് LDF പിടിക്കുമെന്നും സുഖമായി LDF തുടർഭരണം നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.